നാം ഇന്നലെ ഇവിടേക്ക് തിരിക്കാനുള്ള ഒരു ബന്ധപ്പാടിലായിരുന്നു. അപ്പോ ഇമെയിൽ സന്ദേശം കിട്ടി 23-നാണ് ഇവിടെ ഓണാഘോഷം എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് നാം എയർ ഇന്ത്യ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു. പക്ഷെ ഇപ്പൊ സമരം കാരണം അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ പാതാളത്തിൽ ഒരു പില്ലർ കണ്ടു, ഒരു തൂണ്, മുകളിൽ കുറെ തട്ടുമുട്ടും. അപ്പൊ ഈ പില്ലർ ഒരു തളപ്പൂട്ട്, പഴയ തെങ്ങുമ്മ കയറുന്ന ആ തളപ്പൂട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നേരെ നമ്മൾ വന്നത് RGCBയിലെ ആ പുൽ മൈതാനത്ത്, ആ ലോണില്. അതിന് തൊട്ടടുത്ത് ഒരു കുളം കണ്ടു, നല്ലൊരു കാഴ്ച. സന്തൂർ സോപ്പിന്റെ കളറുള്ള മത്സ്യങ്ങൾ. നമ്മൾ ഏതായാലും കുളിക്കാനൊന്നും പോയില്ല അവിടെ, കാരണം കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം മലിനമാക്കണ്ടെന്ന് കരുതി അതിൽ നിന്ന് നമ്മൾ മാറി. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല കാഴ്ചകളും -2 ഒന്ന് താഴോട്ട് ഇറങ്ങി നോക്കി. പാതാളത്തോട്ട് പോകുന്ന വഴിയാണ് -2. അവിടെ പോയി കഴിഞ്ഞപ്പോ സ്റ്റോൾ ഒക്കെ എഴുതി വെച്ചിരിക്കുന്നു. അവിടെ കുറച്ച് ആൾക്കാര് കുറെ വെളുത്ത കോട്ട് ഇട്ടിട്ട് കുറച്ച് മാലാകമാര് റേഷനറി മേടിക്കാൻ വന്നിരിക്കുന്ന പോലെ ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തോ സാധനം കാര്യമായിട്ട് പോയി മേടിക്കാൻ വന്നാണെന്ന് മനസ്സിലാക്കി നമ്മൾ അവരെയൊക്കെ ബുദ്ധിമുട്ടിച്ചില്ല, നേരെ മുകളിലോട്ട് പോന്നു. മോളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര അസാധ്യമായ ഒരു ക്യൂ. ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ പോലും അത്രയും വലിയൊരു ക്യൂ ഇല്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയാ ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കാനുള്ള ക്യൂ ആ. നമുക്കാണെങ്കിൽ ഇതിനിപ്പോ എന്താ ചെയ്യാന്ന് അന്വേഷിച്ചു. അവിടെ നിന്ന ഒരു സഹോദരിയോട്, ആ സഹോദരി പറയാ for which you have to go and get the coupon എന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് ഈ ആംഗലേയ ഭാഷ വലിയ വശമില്ല. അപ്പൊ അതുകൊണ്ട് അടുത്തുള്ള സഹോദരനോട് എന്താ പറഞ്ഞേ, ചായ കുടിക്കണമെങ്കിൽ കൂപ്പൺ വേണം എന്ന് പറഞ്ഞു. ഇനിയിപ്പൊ കൂപ്പണും മറ്റേ എടുത്ത് ചായ കുടിക്കാന്ന് പറഞ്ഞ ഈ മാവേലി മനുഷ്യന് ബുദ്ധിമുട്ടാ. അത് കാരണം നേരെ അവിടെ നിന്ന് ഇങ്ങനെ കയറി. അത് കഴിഞ്ഞ് വഴുതക്കാട് പോയപ്പോ അവിടെ മനോഹരമായ ദൃശ്യ. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നമുക്കറിയാവുന്ന മാവേലി മനുഷ്യന് വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യം, ഒരു പത്തരിയുടെ ഉള്ളില് കുറച്ച് ചിക്കനും കുറച്ച് വെജിറ്റബിളും കൂടി പൊതിഞ്ഞ് മറ്റേ ഈർക്കിളിപ്പടക്കം പോലെയായിട്ടുള്ള ഒരു സാധനം. അപ്പൊ അത് കഴിക്കാൻ ഒരു മോഹം ഉണ്ടായപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ കടയൊക്കെ കൂട്ടിക്കിടക്കുക. പിന്നെ അറിഞ്ഞത് ഇതൊക്കെ കഴിച്ചവർക്കുള്ള പ്രശ്നങ്ങള്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടുത്തെ പൂക്കളവും എല്ലാം കണ്ടു. വളരെയധികം സന്തോഷം. ഈ ഓണാഘോഷത്തിന് എത്രയായാലും ബുദ്ധിമുട്ടിയാണെങ്കിൽ RGCBയിൽ എത്താനും എല്ലാവരും അനുഗ്രഹിക്കാനും പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പോ ഈ മാവേലി മന്നന്റെ ഓണാശംസകൾ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.